ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാവുന്നത് തീ ആളിക്കത്തി നമ്മുടെ ദേഹത്ത് പിടിക്കുന്നതോ അല്ലെങ്കിൽ പൊള്ളലേക്കുമ്പോൾ ഉണ്ടാകുന്ന മരണമൊന്നുമല്ല. ഏറ്റവും കൂടുതൽ ആൾ മരിക്കുന്നത് പുക ശ്വസിച്ചിട്ടാണ്. ഏതാണ് ആ പുക? കാർബൺ മോണോക്സൈഡ് എന്നുള്ളതാണ് ആ പുക. ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ മരണങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്തത്? കാരണം ഇതിനകത്ത് ഗന്ധമില്ല, നിറമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ശ്വസിച്ചാലും നമ്മൾ ഉറക്കത്തിലാണെങ്കിൽ തിരിച്ചറിയാനായിട്ട് പറ്റില്ല. അപ്പം നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം? സ്മോക്ക് അലാറം ഉണ്ടായെങ്കിൽ, റൂമിലുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. സ്മോക്ക് വരുന്ന സമയത്ത് തന്നെ തിരിച്ചറിയാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾ 4 പേര് ഒരു റൂമിലിരിക്കുകയാണ്, അവിടുത്തെ AC-യിൽ ഇത്തരത്തിൽ കാർബൺ മോണോക്സൈഡിൻ്റെ പോയിസൺ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ തലവേദനയായിരിക്കും. എല്ലാവർക്കും ഒരുപോലെ 4 പേർക്കും തലവേദന ഉണ്ടാകുന്നു, ക്ഷീണം ഉണ്ടാകുന്നു, അതുപോലെ ജലദോഷം പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കാർബൺ മോണോക്സൈഡ് ആവാനുണ്ട്. എത്രയും പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തു വരിക, നമുക്ക് ജീവൻ രക്ഷിക്കാനായിട്ട് വരും. അടഞ്ഞ മുറികളിൽ വളരെ വേഗത്തിലാണ് കാർബൺ മോണോക്സൈഡ് ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ ഈ കാര്യം ധാരാളം ആളുകളോട് ഷെയർ ചെയ്ത് കൊടുക്കുക, പല ജീവനുകളും നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും.